Hello everyone, welcome to Pranita the C tutorial. അപ്പോൾ ഞാൻ ഇന്ന് വന്നേക്കുന്ന ഒരു ഫുൾ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ടാണ് 144/2013 ക്വസ്റ്റ്യൻ പേപ്പർ കോഡുള്ള KSRTCൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ SR ഫോർ SC/ST ഓൺലി. അപ്പം ഇതിൽ നമ്മൾ 100 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു ക്വസ്റ്റ്യനിലുള്ള എല്ലാ ഓപ്ഷൻസും ഡിസ്കസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 100 ക്വസ്റ്റ്യൻസ് ഒരുമിച്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ എൻ്റെ വീഡിയോൻ്റെ ലെങ്ത്ത് ഭയങ്കര കൂടി പോകുന്നു. അതുകൊണ്ട് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടണും കൂടി അമർത്തിയാൽ ഞാൻ വീഡിയോ ഇടുമ്പോൾ ഉടനെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ടെർമിനൽ വെലോസിറ്റി ഓഫ് എ സ്മോൾ സ്ഫിയർ സെറ്റിലിംഗ് ഇൻ എ വിസ്കസ് ഫ്ലൂയിഡ് വേരീസ് വിത്ത്. അപ്പോൾ നമുക്കുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഇൻവേഴ്സ് സ്ക്വയർ ഓഫ് ഡയമീറ്റർ, ഇൻവേഴ്സ് ഓഫ് ഡയമീറ്റർ, ഫസ്റ്റ് പവർ ഓഫ് ഇറ്റ്സ് ഡയമീറ്റർ, ഇൻവേഴ്സ് ഓഫ് ഫ്ലൂയിഡ് വിസ്കോസിറ്റി. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ നമുക്ക് സ്റ്റോക്സ് ലോ പ്രകാരം ടെർമിനൽ വെലോസിറ്റീൻ്റെ ഇക്വേഷൻ ρs മൈനസ് ρw ഇൻറ്റു GD²/18u ആണ്. ρs എന്ന് പറയുന്നത് മാസ് ഡെൻസിറ്റി ഓഫ് ആ സ്ഫിയർ, ρw എന്ന് പറയുന്നത് എന്താണോ ലിക്വിഡ് F എന്ന് ഇട്ടാൽ നമുക്ക് എന്താണോ ഫ്ലൂയിഡ് ആ ഫ്ലൂയിഡിൻ്റെ മാസ് ഡെൻസിറ്റി, G എന്ന് പറയുന്നത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, D എന്ന് പറയുന്നത് ആ സ്ഫിയറിൻ്റെ ഡയമീറ്റർ, ന്യൂ എന്ന് പറയുന്നത് വിസ്കോസിറ്റി ഓഫ് ലിക്വിഡാണ്. അപ്പം നമ്മൾക്ക് ടെർമിനൽ വെലോസിറ്റി വേരി ചെയ്യുന്നത് എങ്ങനെയാണ് ഇതിലുള്ളത്? ഫസ്റ്റ് വൺ ഇൻവേഴ്സ് സ്ക്വയർ ഓഫ് ഡയമീറ്റർ, അതായത് 1/d², അതല്ല. പിന്നെ ഇൻവേഴ്സ് ഓഫ് ഡയമീറ്റർ, അതായത് പ്രൊപ്പോർഷണൽ ടു 1/d, അതുമല്ല. ഫസ്റ്റ് പവർ ഓഫ് ഇറ്റ്സ് ഡയമീറ്റർ പ്രൊപ്പോർഷണൽ ടു D, അതുമല്ല. പിന്നെ അടുത്ത ഓപ്ഷൻ ഇൻവേഴ്സ് ഓഫ് ഫ്ലൂയിഡ് വിസ്കോസിറ്റി 1/nu. അപ്പോൾ അതാണ്. അപ്പോൾ D ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, എ സിമെൻറ്റ് ബാഗ് കണ്ടെയ്ൻസ് 0.035 cubic meter of cement by volume. How many bags will 1 ton of cement comprises? അപ്പോൾ 1 ton എന്ന് പറയുന്നത് 1000 കിലോഗ്രാം ആണ്. അപ്പോൾ ഇത് കൺഫ്യൂസ് ചെയ്യിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, കാരണം വോളിയം ഓഫ് 1 ബാഗ് ആണ് തന്നിട്ടുള്ളത്. നമുക്ക് 1 ബാഗ് ഓഫ് സിമെൻറ്റ് എന്ന് പറയുന്നത് 50 കിലോഗ്രാം ആണെന്നുള്ള നോളജ് ഉണ്ടായിരിക്കണം. അപ്പോൾ 1 ബാഗ് 50 കിലോഗ്രാം ആണെങ്കിൽ എത്ര ബാഗ് വേണം ഒരു ടണ്ണിന്? ഒരു ടൺ എന്ന് പറഞ്ഞാൽ 1000 കിലോഗ്രാമിന്. അപ്പോൾ അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ഈ രണ്ട് ഡീറ്റെയിൽസിൽ നിന്നും അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ x/500 is equal to 1/1000 എന്ന് വരും. അപ്പോൾ x is equal to 20 വരും. അപ്പോൾ D ആണ് കറക്റ്റ് ആൻസർ. ഇനി എഫ്ലോറസൻസ് ഓഫ് ബ്രിക്സ് ഇസ് ഡ്യൂ ടു. എഫ്ലോറസൻസ് എന്ന് പറയുന്നത് നമ്മൾക്ക് സോൾട്ട് കണ്ടൻറ്റ് കാരണം ഉണ്ടാകുന്നതാണ് ബ്രിക്സിൽ. അപ്പം A ഓപ്ഷൻ, സോളിബിൾ സോൾട്ട്സ് പ്രസൻറ്റ് ഇൻ ക്ലേ ഫോർ മേക്കിംഗ് ബ്രിക്സ്, അതാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഫോർത്ത് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് കൺസ്റ്റിറ്റ്യുവൻസ് ഇൻ എർത്ത് gives plasticity to mold bricks in suitable shape. അപ്പം നമ്മൾക്ക് സിലിക്ക, ലൈം, അലൂമിന, മഗ്നീഷ്യ, ഇതാണ് 4 ഓപ്ഷൻസ് ഉള്ളത്. അപ്പോൾ സിലിക്ക എന്ന് പറയുന്നത് നമ്മൾക്ക് ഷേപ്പും റിട്ടൈൻ ചെയ്യാനും പിന്നെ പ്രിവെൻറ്റ് ഷ്രിങ്കേജ്, ആ 2 കാര്യത്തിന് വേണ്ടിയിട്ടാണ് കാര്യമായിട്ട് ചെയ്യുന്നത്. ലൈം എന്ന് പറയുന്നത് പ്രിവെൻറ്റ് ഷ്രിങ്കേജ് ആണ്. പിന്നെ മഗ്നീഷ്യ എന്ന് പറയുന്നത് ഒരു യെല്ലോ കളർ ബ്രിക്കിനെ ഇമ്പാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അലൂമിനയാണ് നമുക്ക് പ്ലാസ്റ്റിസിറ്റി കൊടുക്കുന്നത്. അപ്പോൾ C ആണ് കറക്റ്റ് ആൻസർ. ഇനി ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ദ കോമ്പൗണ്ട് വിച്ച് കോൺട്രിബ്യൂട്ട്സ് ദ ഹയസ്റ്റ് ഷെയർ ഓഫ് ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ ഇൻ സിമെൻറ്റ് ഇസ്. അപ്പോൾ നമുക്ക് 4 ഓപ്ഷനാണ് തന്നിട്ടുള്ളത്. ട്രൈക്കാൽഷ്യം സിലിക്കേറ്റ്, ട്രൈക്കാൽഷ്യം അലുമിനേറ്റ്, ജിപ്സം, കമ്പൈൻഡ് ലൈം. അപ്പോൾ അതിൽ ട്രൈക്കാൽഷ്യം സിലിക്കേറ്റ് എന്ന് പറയുന്നത് ഏർലി സ്ട്രെങ്ത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ നമുക്ക് ഇതിൽ കൊടുക്കാത്തൊരു ഓപ്ഷനുണ്ട്, ഡൈക്കാൽഷ്യം സിലിക്കേറ്റ്, അതും ഒരു ചോദ്യമായിട്ട് വരാറുണ്ട്. അത് ലേറ്റ് സ്ട്രെങ്ത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇനി ട്രൈക്കാൽഷ്യം അലൂമിനേറ്റ് എന്ന് പറയുന്നത് ഇനീഷ്യൽ സെറ്റിംഗ് ഓഫ് സിമെൻറ്റിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം ഇനീഷ്യലായിട്ടൊരു സെറ്റിംഗ് ചെയ്യുന്ന ഹൈ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ ജനറേറ്റ് ചെയ്ത് പെട്ടെന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇനീഷ്യലായിട്ടൊരു സെറ്റിംഗ് സംഭവിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഹൈ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ്റെ ഹയസ്റ്റ് ഷെയർ ഉള്ളത് ബോക്സ് കോമ്പൗണ്ടിലുള്ളത് B ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്തത് നമ്മൾക്ക് ജിപ്സം ആണെങ്കിൽ അത് റേറ്റ് ഓഫ് സെറ്റിംഗ് ഡിക്രീസ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന, നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റാൻ വേണ്ടി, അപ്പം കുറച്ച് കൂടുതൽ സമയം സെറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ജിപ്സം കൊടുക്കുന്നത് നമ്മൾ. പിന്നെ C4AF എന്ന് പറയുന്നത് ടെട്രാ
കാൽഷ്യം അലൂമിനോഫെറൈറ്റ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്, അതിൽ കൊടുത്തിട്ടില്ല. അത് ഹൈ റെസിസ്റ്റൻസ് ടു അറ്റാക്ക് ഓഫ് സൾഫേറ്റ്സ് ആണ്. അപ്പോൾ അതും കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ബി ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്തത് പുട്ടി ഈസ് മെയ്ഡ് അപ്പ് ഓഫ്. പുട്ടി എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ചെറിയ വുഡിലും പിന്നെ വേറെ ഇങ്ങനെ സർഫസിലൊക്കെ ഇങ്ങനെ ചെറിയ ഓട്ട പോലെ അങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് നല്ല സ്മൂത്തൻ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നതാണ് പുട്ടി എന്ന് പറയുന്നത്. അപ്പോൾ അതെന്ന് പറയുന്നത് കാൽഷ്യം കാർബണേറ്റിൻ്റെ പൗഡർ, അതായത് ചോക്ക് എന്നാണ് കാൽഷ്യം കാർബണേറ്റ്. അപ്പോൾ പൗഡേർഡ് ചോക്ക് ആൻഡ് റോ ലിൻസീഡ് ഓയിൽ വെച്ചിട്ടാണ് മേക്ക് ചെയ്യുന്നത്. അപ്പോൾ ബി ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത 7th ക്വസ്റ്റ്യൻ, ഇൻ മേക്കിംഗ് കോൺക്രീറ്റ് മാക്സിമം ഡെൻസിറ്റി ഈസ് അച്ചീവ്ഡ് ബൈ. മാക്സിമം ഡെൻസിറ്റി നമുക്ക് കിട്ടണമെങ്കിൽ ഓരോരോ പാർട്ടിക്കിൾ സൈസിൻ്റെ ഡിസ്ട്രിബ്യൂഷനും നമ്മൾക്ക് കൺട്രോൾ ചെയ്യണം. അതായത് ഒരു പെർട്ടിക്കുലർ ഗ്രേഡിൻ്റെ ഉള്ളിൽ അതിൻ്റെ താഴത്തെ പാർട്ടിക്കിൾസ് അങ്ങനെ കൃത്യം ഉള്ളിൽ ഫില്ല് ചെയ്ത് വരണം. അപ്പോൾ സി ആണ് കറക്റ്റ് ആൻസർ. കൺട്രോളിങ് ദ പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ ഇൻഗ്രീഡിയൻസ് ആണ് കറക്റ്റ് ആൻസർ. സി ആണ്. ഇനി അടുത്ത 8th ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ വെഹിക്കിൾ ഇൻ പെയിൻറ്റ്സ്. അപ്പോൾ വെഹിക്കിൾ എന്ന് പറയുന്നത് ഒരു ഓയിലി ലിക്വിഡാണ്. മെയിൻലി വാട്ടറും ആവാം. വാട്ടർ ആണെങ്കിൽ വാട്ടർ ബേസ്ഡ് ആണ് നമുക്ക് പറയാം, അല്ലെങ്കിൽ മോസ്റ്റ്ലി അത് വെഹിക്കിൾ എന്ന് പറയുന്നത് ഓയിലി ലിക്വിഡാണ് ഇൻ വിച്ച് ബേസ് ആൻഡ് പിഗ്മെൻറ്റും സോളിബിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് വെഹിക്കിൾ എന്ന് പറയുന്നത്. അത് ഏത് സർഫസിലാണോ പെയിൻറ്റ് അപ്ലൈ ചെയ്യുന്നത് അവിടെ ഫുൾ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് വെഹിക്കിൾ. നമ്മൾ ഒരു വെഹിക്കിൾ പോലെ. അപ്പം അത് എക്സാമ്പിളായിട്ടുള്ളത് ലിൻസീഡ് ഓയിലൊക്കെയാണ്. ഇനി വേറൊരു ടേം ഉണ്ട് തിന്നർ എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ സോൾവെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ തിന്നർ എന്ന് പറയുന്നത് തിന്നിങ് ഏജൻ്റ് ആണ്. അതായത് ഫ്ലൂയിഡിറ്റി കൂട്ടി ആ പെയിൻറ്റിൻ്റെ ഫ്ലൂയിഡിറ്റി കൂട്ടാനുള്ള സംഭവമാണ് തിന്നർ. തിൻ ചെയ്യിക്കുകയാണ് അതിന്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിളാണ് ടെർപ്പൻറ്റൈനും പെട്രോളിയം സ്പിരിറ്റ്സ്, പിന്നെ കോൾട്ടാർ, പിന്നെ ഹൈഡ്രോ കാർബൺസൊക്കെ. അപ്പോൾ ഇതിലുള്ള ടെർപ്പൻറ്റൈൻ ഓയിൽ എന്ന് പറയുന്നത് തിന്നറാണ്. അപ്പോൾ ഇറ്റ്സ് നോട്ട് എ വെഹിക്കിൾ. അപ്പോൾ ഡി ആണ് കറക്റ്റ് ആൻസർ. ഇറ്റ്സ് നോട്ട് എ വെഹിക്കിൾ, ഇറ്റ് ഈസ് എ തിന്നർ. ടെർപ്പൻറ്റൈൻ ഓയിൽ ഇസ് എ തിന്നർ. ഇനി അടുത്ത 9th ക്വസ്റ്റ്യൻ, ഇൻ ഹൈ ടെൻസൈൽ സ്റ്റീൽ കാർബൺ ഷുഡ് ബി ലെസ് ദാൻ. അപ്പോൾ ഇത് ഒരു ഡൗട്ടുണ്ട് എനിക്ക്. ഹൈ ടെൻഷൻ സ്റ്റീലിൽ കാർബൺ ഷുഡ് ബി ലെസ് ദാൻ 0.15 അല്ല, അത് 0.6 ഒക്കെയാണ്, 0.6% ഒക്കെയാണ്. അപ്പം ഇതെന്താണെന്ന് അറിയില്ല. അപ്പം അത് നമുക്ക് അങ്ങനെ വിട്ടേക്കാം. ഇനി അടുത്ത 10th ക്വസ്റ്റ്യൻ, ദ ഹെഡ് റൂം ഫോർ എ സ്റ്റെയർ കേസ് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ. അപ്പോൾ അത് 2.1 മീറ്റർ ആണ്. ഇത് മുന്നേയും വേറെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. 2.1 മീറ്റർ. സി ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദ റേഷ്യോ ഓഫ് സിമെൻറ്റ് മോട്ടാർ പ്രിഫേർഡ് ഇൻ ലോഡ് ബിയറിംഗ് വാൾസ് ഇൻ ബ്രിക്ക് മെസോൺട്രി ഇസ്. അപ്പോൾ റേഷ്യോ എന്ന് പറയുന്നത് 1:6 ആണ് ലോഡ് ബിയറിംഗ് വാൾസ് ഇൻ ബ്രിക്ക് മെസോൺട്രിയിലുള്ള. ഇനി അടുത്ത 12th ക്വസ്റ്റ്യൻ, ദ കർട്ടീൻ വാൾസ് ക്യാരീസ്. കർട്ടീൻ വാൾസ് എന്ന് പറയുന്നത് വെറുതെ ഔട്ടറിലൊരു കൊടുക്കുന്ന ബിൽഡിങ്ങിൻ്റെ ഔട്ടർ സർഫസിൽ കൊടുക്കുന്നൊരു വാളാണ്. ഔട്ടർ ആയിട്ട് കൊടുക്കുന്നത്, അതായത് ഒരു ബിൽഡിംഗ് ഉണ്ടെങ്കിൽ അതിൻ്റെ പുറത്ത് നമ്മൾ കൊടുക്കുന്ന ഔട്ടർ വാൾസിന് പറയുന്നതാണ് കർട്ടീൻ വാൾസ്. അത് നോൺ സ്ട്രക്ചറിലാണ്, അത് വെയിറ്റ് ക്യാരി ചെയ്യുന്നില്ല. അത് വെതറിങ് ആക്ഷനും എന്തൊക്കെയാണ് വെതർ കാരണം വിൻഡ് വരിക അങ്ങനെയൊക്കെ ഉള്ളതിൽ നിന്ന് ആ ബിൽഡിങ്ങിനെ അതിൻ്റെ ഉള്ളിലുള്ള ഓക്യുപ്പൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നതാണ് കർട്ടീൻ വാൾസ്. അപ്പം അതിന് മുകളിലത്തെ ലോഡും അല്ലെങ്കിൽ വിൻഡ് ലോഡും ഒന്നും അത് ക്യാരി ചെയ്യുന്നില്ല. അത് ഉള്ളിലുള്ള ആളുകളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം കൊടുക്കുന്ന ഒരു നോൺ സ്ട്രക്ചറൽ വോളാണ്. അപ്പോൾ അതിൻ്റെ സെൽഫ് വെയിറ്റ് മാത്രമേ ക്യാരി ചെയ്യുന്നുള്ളൂ, അല്ലാതെ റൂഫ് ലോഡോ അല്ലെങ്കിൽ വിൻഡ് ലോഡോ ഒന്നും ക്യാരി ചെയ്യുന്നില്ല. നോ ലോഡും അല്ല, അതിന് സ്വന്തമായിട്ടൊരു ലോഡ് ഉണ്ടല്ലോ, അത് മാത്രമേ ഇത് ക്യാരി ചെയ്യുള്ളൂ. അപ്പോൾ സെൽഫ് വെയിറ്റ് ആണ് കറക്റ്റ് ആൻസർ. ഇനി 13th ക്വസ്റ്റ്യൻ, in ordinary residential and public buildings the DPC is provided at damp proof course നമ്മൾ കൊടുക്കുന്നത് plinth ലെവലിലാണ്. എ ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത 14th ക്വസ്റ്റ്യൻ, ലാറ്ററൈറ്റ് ഇസ് എ. ലാറ്ററൈറ്റ് എന്ന് പറയുന്നത് ആർജിലീഷ്യസ് ആയിട്ടുള്ള റോക്കാണ്. ആർജിലീഷ്യസ് എന്ന് പറഞ്ഞാൽ ക്ലേ കണ്ടൻറ്റ് ഉള്ള റോക്കാണ് ലാറ്ററൈറ്റ് എന്ന് പറയുന്നത്. ബി സിലീഷ്യസ് റോക്ക് എന്ന് പറയുന്നത് സെഡിമെൻ്ററി റോക്ക് കണ്ടെയ്നിങ് സിലിക്കയാണ്. കാൽക്കേരിയസ് റോക്ക് എന്ന് പറയുന്നത് കാൽഷ്യം കാർബണേറ്റ് കണ്ടെയ്ൻ ചെയ്യുന്ന റോക്സ് ആണ്. മാഗ്മ എന്ന് പറയുന്നത് മോൾട്ടൺ മാസ് ഫ്രം വിച്ച് ഇഗ്നിയസ് റോക്സ് ആർ ഫോംഡ് ആണ്. അപ്പോൾ ഇതിൽ എ ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത 15th ക്വസ്റ്റ്യൻ, മാർബിൾ ഇസ്. മാർബിൾ എന്ന് പറയുന്നത് എം സ്റ്റാൻഡ്സ് ഫോർ മെറ്റാമോർഫിക്. അപ്പം മെറ്റാമോർഫിക് ആണ്. മാർബിൾ ഇസ് എ മെറ്റാമോർഫിക് റോക്ക്. മെറ്റാമോർഫിക് റോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിൻ്റെ കാരണം ഒരു
റോക്ക് ട്രാൻസ്ഫോം ചെയ്യുകയാണ് വേറൊരു റോക്കായിട്ട്. ആ ട്രാൻസ്ഫോർമേഷൻ ഓഫ് എക്സിസ്റ്റിംഗ് റോക്ക് അണ്ടർ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ, മെറ്റാമോർഫിസം സംഭവിക്കുകയാണ്. അതാണ് മാർബിൾ. മാർബിൾ ഇസ് എ മെറ്റാമോർഫിക് റോക്ക്. ബി ആണ് കറക്റ്റ് ആൻസർ. ഇനി 16th ക്വസ്റ്റ്യൻ, ഇൻ എനി കേസ് ദ ബിയറിംഗ് ഓഫ് ലിൻറ്റൽ ഷുഡ് നോട്ട് ബി ലെസ് ദാൻ. അപ്പോൾ ബിയറിംഗ് ഓഫ് ലിൻറ്റൽ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ഓപ്പണിങ്ങിൻ്റെ മുകളിൽ നമ്മൾ കൊടുക്കുന്ന ഒരു സംഭവമാണ് ലിൻറ്റൽ എന്ന് പറയുന്നത്. അതിൻ്റെ ബിയറിംഗ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഓപ്പണിങ്ങിൻ്റെ മുകളിൽ ഇങ്ങനെ കൊടുക്കുമ്പോൾ ഇവിടെ ഒരു ബിയറിംഗ് ഉണ്ടാകും. ഇത് ഇത്ര ദൂരം വരെ ഈ ഒരു ലിൻറ്റൽ നിൽക്കണമുള്ള ആ ഒരു ബിയറിംഗ് എന്ന് പറയുന്നത് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 150 mm. ഇനി അടുത്ത 17th ക്വസ്റ്റ്യൻ, ദ റിസൾട്ടൻറ്റ് ഓഫ് 2 ഈക്വൽ ഫോഴ്സ് ആക്ടിങ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻസ്. 2 ഈക്വൽ ഫോഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആക്ട് ചെയ്താൽ അതിൻ്റെ റിസൾട്ടൻറ്റ് എന്തായിരിക്കും? 0. അപ്പോൾ ഡി ആണ് കറക്റ്റ് ആൻസർ. ഇനി 18th ക്വസ്റ്റ്യൻ, ദ സെറ്റ് ഓഫ് ഫോഴ്സസ് whose റിസൾട്ടൻറ്റ് ഇസ് 0 ഇസ് നോൺ ആസ്. അപ്പോൾ അതെന്താണ്? ഒരുപാട് ഫോഴ്സസ് ഉണ്ട്, അതിൻ്റെ എല്ലാത്തിൻ്റെയും റിസൾട്ടൻറ്റ് ചെയ്താൽ 0 കിട്ടും. അപ്പോൾ എന്താണ്? ഇക്വിലിബ്രിയത്തിലാണ്, ഇക്വിലിബ്രിയം ഫോഴ്സസ് ആണ്. ഈ ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, the center of gravity of a plane lamina is not at its geometrical center if it is a. അപ്പോൾ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഒരു ഇതിൻ്റെ മാസ് വെച്ചിട്ടുള്ളതാണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. അതിൻ്റെ ജോമെട്രിക്കൽ സെൻറ്ററിൽ അല്ല. ഏതിൻ്റെ കേസിൽ എന്നാണ് ചോദിക്കുന്നത്. അപ്പം നോൺ യൂണിഫോം ആയിട്ടുള്ള ബോഡിക്ക് ഈ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി റാൻഡംലി ആയിരിക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പം നമ്മൾക്ക് ജോമെട്രിക്കൽ സെൻറ്റർ എന്ന് പറയുന്നത് ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിൻ്റെ ഈ ഒരു പോയിന്റിലായിരിക്കും. അതായത് അതിൻ്റെ ഈ മീഡിയൻസ് മീറ്റ് ചെയ്യുന്ന ഇങ്ങനെയുള്ള ഇവിടുന്ന് ഇങ്ങനെ ഉള്ള മീഡിയൻസ് മീറ്റ് ചെയ്യുന്ന ആ ഒരു പോയിന്റിലായിരിക്കും അതിൻ്റെ സെൻട്രോയിഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അത് ഈ ഒരു സെൻറ്റർ ഓഫ് ഗ്രാവിറ്റീൻ്റെ ഒരുമിച്ചിട്ടായിരിക്കില്ല ഉണ്ടാവുക. ഇസ് നോട്ട് അറ്റ് ഇറ്റ്സ് ജിയോമെട്രി. ദ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് പ്ലെയിൻ ലാമിന ഇസ് നോട്ട് അറ്റ് ഇറ്റ്സ് ജിയോമെട്രിക്കൽ സെൻറ്റർ ഇഫ് ഇറ്റ് ഇസ് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. കാരണം ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഒരു നോൺ യൂണിഫോം ആയിട്ടാണ് ഉള്ളത്. അത് സർക്കിൾ, സ്ക്വയർ, റെക്റ്റാങ്കിൾ ഒക്കെ ഒരു യൂണിഫോം രീതിയിലാണ് ഉള്ളത്. ഇതൊരു നോൺ യൂണിഫോം രീതിയിലാണ് ഉള്ളത്. അപ്പോൾ ഇത് എക്സാക്ട്ലി അതിൻ്റെ ജോമെട്രിക്കൽ സെൻറ്ററിലായിരിക്കില്ല. അപ്പോൾ ഡി ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്തത് 20th ക്വസ്റ്റ്യൻ, എ സിസ്റ്റം ഓഫ് കോപ്ലാനാർ ഫോഴ്സസ് ഇസ് ഇൻ ഇക്വിലിബ്രിയം വെൻ. അപ്പം ഫോഴ്സ് പോളിഗണും ഫ്യൂണിക്കുലർ പോളിഗണും അത് രണ്ടും ക്ലോസ് ചെയ്താൽ മാത്രമേ ഉള്ളൂ ഒരു കോപ്ലനാർ കൺകറൻറ്റും ആവാം നോൺ കൺകറൻറ്റും ആവാം. അപ്പോൾ നമ്മൾക്ക് ആ രണ്ട് കേസും എടുക്കണം നമ്മൾ. അപ്പോൾ അതിൽ സി ഓപ്ഷൻ, ബോത്ത് ഫോഴ്സ് ആൻഡ് ഫ്യൂണിക്കുലർ പോളിഗൺസ് ക്ലോസസ് എന്നുള്ള ഓപ്ഷനിൽ മാത്രമേ നമുക്കത് എടുക്കാൻ പറ്റുള്ളൂ. സി ആണ് കറക്റ്റ് ആൻസർ. ഇനി 21st ക്വസ്റ്റ്യൻ, the diagram showing the point of application and line of action of force in their plane is called. അപ്പം ഒരു ഡയഗ്രാം ഷോ ചെയ്യുകയാണ് അപ്ലിക്കേഷനും ലൈൻ ഓഫ് ആക്ഷനും ഫോഴ്സും. അപ്പോൾ അത് മൊത്തം അതിൻ്റെ ഇൻ ദെയർ പ്ലെയിൻസ്. അപ്പോൾ അങ്ങനെയുള്ള ഡയഗ്രത്തിന് എന്താ പറയുക? നമ്മൾ സ്പേസിലുള്ളൊരു ഡയഗ്രമാണ്, സ്പേസ് ഡയഗ്രമാണ്. ബി ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത 22 ക്വസ്റ്റ്യൻ, 22nd ക്വസ്റ്റ്യൻ, ദ സ്പെസിഫിക്കേഷൻ ഓഫ് എർത്ത് വർക്ക് ഇൻ ഫൗണ്ടേഷൻ, ട്രെഞ്ചസ്, ഡ്രെയിൻസ് എക്സെട്ര ലിഫ്റ്റ് ഓർഡിനറിലി സ്പെസിഫൈഡ് ഇസ്. അപ്പോൾ ബി 1.5 മീറ്റർ. ബി ആണ് കറക്റ്റ് ആൻസർ. ഇത് മുന്നേയും കണ്ടിട്ടുണ്ട്, ഓർത്ത് വയ്ക്കണം 1.5 മീറ്റർ ആണെന്ന്. ഇനി അടുത്ത 23rd ക്വസ്റ്റ്യൻ, ഇൻ അനലൈസിസ് ഓഫ് റേറ്റ്സ് കോൺട്രാക്ടേഴ്സ് പ്രോഫിറ്റ് ഇസ് ടേക്കൺ അറ്റ് എ റേറ്റ് ഓഫ്. ഇതും ഓർത്ത് വയ്ക്കണം, 10% ആണ്. സി ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത 24th ക്വസ്റ്റ്യൻ, 1 cubic meter of cement concrete 1:2:4 is to be mixed by volume. Number of cement bags required approximately will be. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾക്ക് ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ഏറ്റവും സിംപ്ലസ്റ്റ് രീതിയിൽ സോൾവ് ചെയ്യുന്ന പറഞ്ഞുതരാം. അപ്പം നമ്മൾക്ക് ഡ്രൈ വോളിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വി എന്നുണ്ട് എടുത്തതെന്ന് വെച്ചോ. അപ്പം വെറ്റ് വോളിയം ഓഫ് കോൺക്രീറ്റ് എന്ന് പറയുന്നത് 1.54 ടൈംസ് ഓഫ് ഡ്രൈ വോളിയമായിട്ട് നമ്മൾ എടുക്കുക. കാരണം ഇത് കോൺക്രീറ്റിൻ്റെ ഉള്ളിലുള്ള കോഴ്സ് എഗ്രിഗേറ്റും ഫൈൻ എഗ്രിഗേറ്റും അതിനൊക്കെ ബൾക്കിംഗ് സംഭവിക്കും. അപ്പോൾ ബൾക്കിംഗ് സംഭവിക്കുമ്പോൾ നമ്മൾക്ക് 52% മോർ ആവുകയാണ് ചെയ്യുന്നത് അതിൻ്റെ വോളിയം. പിന്നെ നമ്മളൊരു 2% വേസ്റ്റേജ് എടുക്കുകയാണ്, നമ്മുടെ എസംഷനാണ്. അപ്പം അതുകൊണ്ട് തന്നെ വെറ്റ് വോളിയം എന്ന് പറയുന്നത് 1.54 ടൈംസ് ഓഫ് ഡ്രൈ വോളിയമായിട്ട് എടുക്കുക. അപ്പം നമ്മൾക്ക് 1 മീറ്റർ ക്യൂബിൽ സിമെൻറ്റ് റിക്വയർഡ് എന്ന് പറയുന്നത്, സിമെൻറ്റ് നമ്മൾക്ക് 1:2:4 1 ആണ് നമ്മുടെ സിമെൻറ്റിൻ്റെത്. അപ്പോൾ 1 ബൈ ടോട്ടൽ, അതായത് 1 + 2 + 4 അതാണ് ആ സിമെൻറ്റിൻ്റെ
റേഷ്യോ. സിമെൻറ്റ് 1 ടൈംസ് ഈ ഒരു 1+2+4 എന്ന് പറയുന്ന ടോട്ടൽ ടേംസിൽ 1 ടേമാണ് സിമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ ഒരു റേഷ്യോ ഇങ്ങനെയാണ് വരുന്നത്, 1/1+2+4. അത് ഈ 1.54 ആണ് ടോട്ടൽ ഇപ്പം നമ്മുടെ വെറ്റ് വോള്യൂം. അതിൽ ഇത്ര ശതമാനം അല്ലെങ്കിൽ ഇത്ര അളവ് സിമെൻറ്റാണ്, സിമെൻറ്റ് റിക്വയർഡ് ആണ്. അപ്പോൾ 1 മീറ്റർ ക്യൂബിൽ 1 മീറ്റർ ക്യൂബ് ഓഫ് ഡ്രൈ വോള്യത്തിൽ ഇത്ര സിമെൻറ്റ് റിക്വയർഡ് ആണ് നമ്മൾക്ക് എടുക്കേണ്ടത്, 0.22 മീറ്റർ ക്യൂബ്. അപ്പം നമ്മൾക്ക് യൂണിറ്റ് വെയിറ്റ് ഓഫ് സിമെൻറ്റ് 1440 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്ന് അറിഞ്ഞിരിക്കണം. അപ്പം നമുക്ക് സിമെൻറ്റ് റിക്വയർഡ് ആയിട്ടുള്ളത് നമ്മൾക്ക് ഇതിൻ്റെ കൂടെ 1440ൻ്റെ കൂടെ 0.22 മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര കിലോഗ്രാം സിമെൻറ്റ് റിക്വയർഡ് ആണെന്ന് കിട്ടും. അപ്പം നമുക്ക് 316.8 കിലോഗ്രാം എന്ന് കിട്ടി. അപ്പോൾ ഒരു ബാഗ് ഓഫ് സിമെൻറ്റ് 50 കിലോഗ്രാം ആണെങ്കിൽ 316.8 ഡിവൈഡഡ് ബൈ 50 ചെയ്താൽ 6.36 ബാഗ്സ് അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ്ലി 6 ബാഗ്സ് എന്ന് കിട്ടും. അപ്പം 6A ആണ് കറക്റ്റ് ആൻസർ. ഇനി 25th ക്വസ്റ്റ്യൻ, ദ തിക്നെസ് ഓഫ് പ്ലാസ്റ്ററിംഗ് ടു മെസോണറി വോൾ ഇസ് യൂഷ്വലി. അപ്പം പ്ലാസ്റ്ററിംഗ് ടു മെസോണറി വോൾസിൻ്റെ തിക്നെസ് യൂഷ്വലി 12 mm ആണ്. ഡി ആണ് കറക്റ്റ് ആൻസർ. ഇനി 26th ക്വസ്റ്റ്യൻ, ഇൻ എ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ദ പ്രൊവിഷൻ ഓഫ് 4 കണ്ടിജൻസീസ് ഇസ് യൂഷ്വലി. അപ്പം നമുക്കറിയാത്ത സർട്ടൻ ഫാക്ടേഴ്സ് ഉണ്ടാവും എപ്പോഴും ഒരു പ്രോജക്റ്റ് ചെയ്യുമ്പം. അപ്പം അതിൻ്റെ ആ ഒരു പ്രൊവിഷൻ യൂഷ്വലി 3 to 5% ആണ്. ബി ആണ് കറക്റ്റ് ആൻസർ. ഇനി 27th ക്വസ്റ്റ്യൻ, ഒറിജിനൽ കോസ്റ്റ് ഓഫ് പ്രോപ്പർട്ടി മൈനസ് ഡിപ്രീസിയേഷൻ ഇസ്. അതതിൻ്റെ ബുക്ക് വാല്യൂ ആണ്. എ ആണ് കറക്റ്റ് ആൻസർ. ഇനി 28th ക്വസ്റ്റ്യൻ, വൈൽ സബ്മിറ്റിംഗ് എ ടെൻഡർ ദ കോൺട്രാക്ടർ ഇസ് റിക്വയർഡ് ടു ഡെപ്പോസിറ്റ് സം amount with the department as guaranteed to of the tender. It's known as earners money ആണ്. ഡി ആണ് കറക്റ്റ് ആൻസർ. ഇതും ഓർത്ത് വയ്ക്കണം. ഇതും സെക്യൂരിറ്റി ഡെപ്പോസിറ്റും തമ്മിലുള്ള എന്താ വ്യത്യാസം എന്നൊക്കെ നിങ്ങൾ കണ്ടുപിടിക്കേണ്ടി കേട്ടോ. ഇത് മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതിനെക്കുറിച്ചിട്ട്. അപ്പം അതാണ് ഉള്ളത്, ഏർണേഴ്സ് മണിയും സെക്യൂരിറ്റി ഡെപ്പോസിറ്റും. അപ്പം ഡി ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത, ഫോർ എ കംഫർട്ടബിൾ അസെൻറ്റ് ഓഫ് സ്റ്റെയർവേ ദ നമ്പർ ഓഫ് സ്റ്റെപ്സ് ഇൻ എ ഫ്ലൈറ്റ് ഷുഡ് ബി റെസ്ട്രിക്റ്റഡ് ടു എ മാക്സിമം ഓഫ് 12 ആണ്. ബി ആണ് കറക്റ്റ് ആൻസർ. ഇനി 30th ക്വസ്റ്റ്യൻ, കൺസ്ട്രക്ഷൻ ഓഫ് ടെമ്പററി സ്ട്രക്ചർ ടു സപ്പോർട്ട് ആൻ അൺസേഫ് സ്ട്രക്ചർ ഇസ് നോൺ ആസ്. ഇപ്പോൾ ഷോറിങ് ആണ്. ഒരു നമ്മളൊരു അൺസേഫ് സ്ട്രക്ചറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇങ്ങനൊരു സ്ട്രക്ചർ പല രീതിയിൽ കൊടുക്കാം. ഇങ്ങനെയുള്ളതിന് ഇങ്ങനെ അങ്ങനെ പല രീതിയിൽ കൊടുക്കാം. അങ്ങനെ ഒരു ടെമ്പററി സ്ട്രക്ചർ കൺസ്ട്രക്റ്റ് ചെയ്യാണ്, ഒരു അൺസേഫ് സ്ട്രക്ചറിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് എ ആണ്, ഷോറിങ് ആണ് കറക്റ്റ് ആൻസർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ആൻ എക്സ്കവേറ്റിംഗ് എക്യുപ്മെൻറ്റ്. അപ്പോൾ അത് സ്ക്രേപ്പറാണ്. സ്ക്രേപ്പറിൽ ഇങ്ങനെ സ്ക്രേപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സർഫസിൻ്റെ മുകളിൽ കുറച്ച് സ്ക്രേപ്പ് ചെയ്യാനുണ്ടെങ്കിൽ, ഒരു ചെറിയ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനിങ്ങനെ സ്ക്രേപ്പ് ചെയ്ത് പോക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് സ്ക്രേപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു എക്സ്കവേറ്റിംഗ് എക്യുപ്മെൻ്റ് അല്ല. ബി ആണ് കറക്റ്റ് ആൻസർ. ഇനി 32nd ക്വസ്റ്റ്യൻ, ആൻ ഐഡിയൽ ഫ്ലോ ഓഫ് എനി ഫ്ലൂയിഡ് മസ്റ്റ് ഫുൾഫിൽ ദ. അപ്പോൾ കണ്ടിന്യൂറ്റി ഇക്വേഷനാണ്. ഡി ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്തത് 33rd ക്വസ്റ്റ്യൻ, എ ക്യൂബിക്കൽ ടാങ്ക് ഇസ് ഫിൽഡ് വിത്ത് വാട്ടർ. ഇഫ് സൈഡ് ഓഫ് ടാങ്ക് ഇസ് 1 meter, പ്രഷർ ഓൺ ദ ബേസ് ഓഫ് ദ ടാങ്ക് വിൽ ബി. ഒരു ക്യൂബിക്കൽ ടാങ്ക് ഉണ്ട്, 1 meter ആണ് അതിൻ്റെ സൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ് ഡെൻസിറ്റി. നമ്മുടെ വാട്ടറാണ് കണ്ടെയ്ൻ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഡെൻസിറ്റി 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ്. അപ്പോൾ 1 meter ക്യൂബാണ് ടോട്ടൽ വോളിയം. അപ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 1000 കിലോഗ്രാം ഉണ്ടാകും പ്രഷർ ഓൺ ദ ബേസിന് കിട്ടും. അപ്പം സി ആണ് കറക്റ്റ് ആൻസർ. ഇനി 34th ക്വസ്റ്റ്യൻ, ദ ബോയൻസി ഡിപ്പെൻഡ്സ് അപ്പോൺ ദ. അപ്പോൾ ബോയൻസി എന്ന് പറയുന്നത് വെയിറ്റ് ഓഫ് ലിക്വിഡ് ഡിസ്പ്ലേസ്ഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ബി ആണ് കറക്റ്റ് ആൻസർ. ബോയൻറ്റ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ് ആണ്. അപ്പം ബി ആണ് കറക്റ്റ് ആൻസർ. ഇനി 35th ക്വസ്റ്റ്യൻ, വുഡ് ഓഫ് ബ്ലോക്ക് ഓഫ് വുഡ് 2 meter long, 2 meter wide and 1 meter deep is floating horizontally in water. If density of wood is 800 kilogram per meter cube, then the volume of water displaced will be. അത് 34th കണ്ടിന്യൂവേഷൻ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇങ്ങനൊരു ബ്ലോക്ക് ഫ്ലോട്ട് ചെയ്യുന്നുണ്ട് വെള്ളത്തിൻ്റെ അവിടെ. അപ്പം ഇതിൻ്റെ ഡെൻസിറ്റി തന്നിട്ടുണ്ട് 800 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്ന്. അപ്പോൾ എത്ര വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ് ചെയ്യുന്നു. അപ്പം ഇതിൻ്റെ ഈ ഒരു വെയ്റ്റിന് ഇതിൻ്റെ വെയ്റ്റിന് ഇക്വാലൻ്റ് ആയിട്ടായിരിക്കും നമ്മുടെ ബോയിൻറ്റ് ഫോഴ്സ് ഉണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ വെയ്റ്റിന് ഇക്വാലൻ്റ് ആയിട്ടായിരിക്കും നമ്മുടെ വെയിറ്റ് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് ഉണ്ടാവുക. അപ്പോൾ വെയിറ്റ് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് എന്ന് പറയുന്നത് വാട്ടറിൻ്റെ മാസ് ഡെൻസിറ്റി 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ്. ഇൻറ്റു ജി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നമ്മൾക്ക്
വെയ്റ്റ് ഡെൻസിറ്റി കിട്ടും. ഇൻറ്റു വോളിയം ചെയ്താൽ നമ്മൾക്ക് എത്രമാത്രം വെയിറ്റ് ഉണ്ടെന്ന് കിട്ടും അല്ലേ. അതായത് ഇത് റോ ജി വി ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വെയിറ്റ് കിട്ടും, അതായത് mg കിട്ടും. ഇനി അത് ഇസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് വുഡ്. അപ്പോൾ വെയിറ്റ് ഓഫ് വുഡ് എന്ന് പറയുന്നത് നമ്മൾക്ക് mg ആണ്. എന്ന് പറയുന്നത് മാസ് ബൈ വോളിയം 800 തന്നിട്ടുണ്ട്. അപ്പം മാസ് എന്ന് കിട്ടണമെങ്കിൽ 800 വി ചെയ്യണം. വി എന്ന് പറയുന്നത് 2 × 2 × 1 ആണ്, അതായത് 4 ആണ്. അപ്പോൾ ജി 9.8 ആണ്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ രണ്ട് സ്ഥലത്ത് 9.8 കട്ട് ചെയ്ത് പോയി. എന്നിട്ട് നമുക്ക് 3200 ഇസ് ഈക്വൽ ടു 1000 വി എന്ന് കിട്ടി. അപ്പോൾ വി ഈസ് ഈക്വൽ ടു 3.2 മീറ്റർ ക്യൂബ് എന്ന് കിട്ടി. എ ആണ് കറക്റ്റ് ആൻസർ. ഇതൊരു വളരെ നല്ല ക്വസ്റ്റ്യൻ ആണ്, ബേസിക് കൺസെപ്റ്റിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്ത 36 ക്വസ്റ്റ്യൻ. ദ ഫ്ലോ ഇൻ എ പൈപ്പ് ഓർ ചാനൽ ഇസ് സെറ്റ് ടു ബി യൂണിഫോം വെൻ സ്പേസിൽ ഒരു ഫാക്ടർ, വെലോസിറ്റി അങ്ങനെയുള്ള ഫാക്ടേഴ്സ് സെയിം ആകുമ്പോൾ അതാണ് യൂണിഫോം. സ്റ്റഡി എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ്. യൂണിഫോം എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു സ്പേസ് അല്ലെങ്കിൽ അറ്റ് ഓൾ സെക്ഷൻസ് ആണ്. അപ്പോൾ ഈ ഓപ്ഷൻ ദ ലിക്വിഡ് പാർട്ടിക്കിൾസ് അറ്റ് ഓൾ സെക്ഷൻസ് ഹാവ് ദ സെയിം വെലോസിറ്റി. ഇനി അതാണ് കറക്റ്റ് ആൻസർ എ. ഇനി അടുത്ത് നമുക്ക് ഓപ്ഷൻ നോക്കാം, ലിക്വിഡ് പാർട്ടിക്കിൾസ് അറ്റ് ഡിഫറെൻറ്റ് സെക്ഷൻസ്. അപ്പോൾ അത് പോയി. ഇനി സി ദ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഫ്ലോയിങ് പെർ സെക്കൻഡ് ഇസ് കോൺസ്റ്റൻറ്റ്, അത് സ്റ്റഡി ഫ്ലോ ആണ്. പിന്നെ ഡി എന്ന് പറയുന്നത് ഈച്ച് ലിക്വിഡ് പാർട്ടിക്കിൾസ് ഹാവ് എ ഡെഫിനറ്റ് പാർട്ട്, അതുമല്ല. അപ്പോൾ ഈ ആണ് കറക്റ്റ് ആൻസർ. ഇനി 37th ക്വസ്റ്റ്യൻ. ഫ്ലോ ഇൻ എ പൈപ്പ് ഇസ് ലാമിനർ ഇഫ് റെയ്നോൾഡ്സ് നമ്പർ ഇസ്. അപ്പോൾ പൈപ്പിൽ ലെസ് ദാൻ 2000 ആകുമ്പോഴാണ്, ഓപ്പൺ ചാനൽ ഫ്ലോയിൽ ലെസ് ദാൻ 500 ആകുമ്പോഴാണ് ലാമിനാർ ഫ്ലോ. അപ്പം ഡി ആണ് കറക്റ്റ് ആൻസർ. ഇനി 38th question. Two pipe systems in series are said to be equivalent if. അപ്പോൾ അതിൻ്റെ ആൻസർ ദ ഡിസ്ചാർജ് അണ്ടർ സെയിം ഹെഡ് ഇസ് സെയിം ഇൻ ബോത്ത് ദ സിസ്റ്റം. ഡി ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 39th. ഇൻ ഓപ്പൺ ചാനൽ വാട്ടർ ഫ്ലോസ് അണ്ടർ. അപ്പം തുറന്നു കിടക്കുന്ന ചാനലിൽ ഗ്രാവിറ്റിയിലായിരിക്കും വാട്ടർ ഫ്ലോ ചെയ്യുക. ഈ ആണ് കറക്റ്റ് ആൻസർ. ഇനി 40th question. വിയർ മേ ബി യൂസ്ഡ് ടു മെഷർ. വിയർ യൂസ് ചെയ്യുന്നത് ഡിസ്ചാർജ് ഇൻ എ റിവർ ഓർ ചാനലിൽ മെഷർ ചെയ്യാനാണ്. സി ആണ് കറക്റ്റ് ആൻസർ. ഇനി 41st ക്വസ്റ്റ്യൻ. ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് ലിക്വിഡ് ഇൻ എ പ്രൊപ്പല്ലർ പമ്പ് ഇംപെല്ലർ ഇസ് ഇൻ. അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ ഇവിടെ ഇതിനോട് കണക്ട് ചെയ്തിട്ട് ഷാഫ്റ്റിനോട് കണക്ട് ചെയ്ത് ഇങ്ങനെ ഉണ്ടാകും നമുക്ക് ഇംപെല്ലർ. അപ്പോൾ ഇതിലൂടെ പോകുന്ന സമയത്ത് വാട്ടർ ഈ ഒരു ഇതിന് പാരലായിട്ട് ഇങ്ങനെയായിരിക്കും ഫ്ലോ ചെയ്യുക. അപ്പോൾ അതെന്ന് പറയുന്നത് ആക്സിയൽ ഡയറക്ഷനാണ്. അപ്പോൾ ബി ആണ് കറക്റ്റ് ആൻസർ. ഇനി 42nd ക്വസ്റ്റ്യൻ. ദ റേഷ്യോ ഓഫ് വോളിയം ഓഫ് വോയിഡ്സ് ടു ദ ടോട്ടൽ വോളിയം ഓഫ് ദ ഗിവൺ സോയിൽ മാസ് ഇസ് നോൺ ആസ്. പോറോസിറ്റി ആണ്. n is equal to volume of voids by total volume. ഇനി അടുത്തത് 43rd ക്വസ്റ്റ്യൻ. ഡ്രൈവ് ഡെൻസിറ്റി ഓഫ് സോയിൽ ഇസ് റോ ഡി. അപ്പോൾ അത് വെയിറ്റ് ഓഫ് ആ ഒരു ഡ്രൈ സോയിൽ ഡിവൈഡഡ് ബൈ ടോട്ടൽ വോള്യൂം ആണ്. പിന്നെ വേറൊരു ടേം ഉണ്ട് ഗാമ എസ് എന്ന് പറയുന്നത്, മാസ് ഡെൻസിറ്റി ഓഫ് സോയിൽ സോളിഡ്സ്. അത് ഡ്രൈ വെയിറ്റ് ഓഫ് സോയിൽ ഡിവൈഡഡ് ബൈ വോള്യൂം ഓഫ് സോയിൽ ആണ്. അത് ഡിഫറെൻറ്റ് ടേം ആണ്. ഓക്കെ. ഇനി അടുത്ത 44th ക്വസ്റ്റ്യൻ. ദ എഫക്റ്റീവ് സൈസ് ഓഫ് എ സോയിൽ ഇസ്. ഫാക്ടർ സൈസ് D10 ആണ്, എപ്പോഴും ഓർത്ത് വയ്ക്കണം. ഈ ആണ് കറക്റ്റ് ആൻസർ. 45th ക്വസ്റ്റ്യൻ. ഇസ് സോയിൽ ഹാവിങ് യൂണിഫോം കോഎഫിഷ്യൻ മോർ ദാൻ 10 ഇസ്. യൂണിഫോമിറ്റി കോഎഫിഷ്യൻ CU എന്ന് പറയുന്നത് D60/D10 ആണ്. കോഎഫിഷ്യൻ്റ് ഓഫ് കർവേച്ചർ CC എന്ന് പറയുന്നത് D30² ഡിവൈഡഡ് ബൈ D60 × D10 ആണ്. അപ്പം വെൽ ഗ്രേഡഡ് സോയിലിന് CC between 1 to 3യും CU greater than or equal to 6/4 സാൻഡും CU greater than or equal to 4/4 ഗ്രാവലുമാണ്. CU ലെസ് ദാൻ 2 ആണെങ്കിൽ അത് യൂണിഫോം സോയിലാണ്. അപ്പം നമ്മൾക്ക് കോഎഫിഷ്യൻ്റ് ഓഫ് യൂണിഫോമിറ്റി അല്ലെങ്കിൽ യൂണിഫോമിറ്റി കോഎഫിഷ്യൻ മോർ ദാൻ 10 ആണെങ്കിൽ ഈ ഒരു കേസാണ് വരുന്നത്. അപ്പോൾ അതെന്താണ്, നമ്മൾക്ക് വെൽ ഗ്രേഡഡ് സോയിലാണ്. അപ്പം ഡി ആണ് കറക്റ്റ് ആൻസർ. ഇനി 46th ക്വസ്റ്റ്യൻ. ദ പ്രോപ്പർട്ടി ഓഫ് എ സോയിൽ വിച്ച് പെർമിറ്റ്സ് ഫ്ലോ ഓഫ് വാട്ടർ ത്രൂ ഇറ്റ്സ് ഇൻ്റർകണക്റ്റഡ് വോയിസ് ഇസ്. പെർമിറ്റ് ചെയ്യുന്നത് പെർമിയബിലിറ്റിയാണ്. സി ആണ് കറക്റ്റ് ആൻസർ. ഇനി 47th ക്വസ്റ്റ്യൻ. ദ ഫങ്ഷണൽ ഇക്വേഷൻ ഓഫ് സ്പെസിഫിക് ഗ്രാവിറ്റി G, വാട്ടർ കണ്ടൻറ്റ് W, വോയിഡ് റേഷ്യോ E ആൻഡ് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ SR ഇസ്. അപ്പോൾ സി ആണ്. SR ഇസ് ഈക്വൽ ടു WG/E. ഇതൊരു ബേസിക് ഇക്വേഷൻ നമ്മൾ ഓർത്ത് വയ്ക്കേണ്ടത്. ഇനി അടുത്ത 48th ക്വസ്റ്റ്യൻ. ദ ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ദ ലാമിനാർ ഫ്ലോ ഇൻ എ സാച്ചുറേറ്റഡ് സോയിൽ ദ വെലോസിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് ഇസ് കോൾഡ്. ആ ലോ എന്താണെന്നാണ് പറയുന്നത്. അപ്പോൾ V പ്രൊപ്പോർഷണൽ ടു I, V is equal to KI എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് പഠിക്കുന്നുണ്ട്. അത് ഏത് ലോ ആണെന്ന് പറയുന്നത് ഡാർസീസ് ലോ ആണ്. സി ആണ് കറക്റ്റ് ആൻസർ.
49th question, the gradual reduction of volume of a soil mass resulting from an increase in and continued application of compressive stress and due to expulsion of water from the pores is known as. വാട്ടർ പോഴ്സിൽ നിന്ന് എക്സ്പെൽ ചെയ്ത് പോകുന്നത് കൺസോളിഡേഷനിലാണ്. കോമ്പാക്ഷൻ എന്ന് പറയുന്നത് എയർ ആണ് പോകുന്നത്. അപ്പോൾ ബി ആണ് കറക്റ്റ് ആൻസർ. 50th question, the minimum size of plate in plate load test is 300 mm ആണ്. ഡി ആണ് കറക്റ്റ് ആൻസർ. ഇനി 54th question, bearing capacity should be calculated from the criteria of both shear and settlement ആണ്. സി ആണ് കറക്റ്റ് ആൻസർ. 52nd question, floating foundation is a type of എന്ത് ഫൗണ്ടേഷൻ ആണ്? റാഫ് ഫൗണ്ടേഷൻ ആണ്. ഡി ആണ് കറക്റ്റ് ആൻസർ. ഇനി 53rd question, a shallow foundation is a foundation that എന്താണ് has a depth of embedment less than its width ആണ്. ബി ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത 54th question, diameter of a circular footing is 3 meter and side of square footing is 3 meter. Both the footings are in the same soil, C5 at same depth. The ultimate bearing capacity of circular footing is. അപ്പോൾ അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റീൻ്റെ സ്ക്വയറിൻ്റെ ഫോർമുല 1.3 CNC പ്ലസ് ഗാമ DF_NQ പ്ലസ് 0.4 ഗാമ BN ഗാമയാണ്. സർക്കുലറിൻ്റെ ഫോർമുല 1.3 CNC പ്ലസ് ഗാമ DF_NQ പ്ലസ് 0.3 ഗാമ BN ഗാമയാണ്. അപ്പോൾ ഈ ഒരു രണ്ട് ടേം എടുത്ത് നോക്കിയാൽ സ്ക്വയറിൻ്റെത് കൂടുതലാണ്. അപ്പോൾ അത് അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി ഓഫ് സർക്കുലർ ഫൂട്ടിംഗ് ഇസ് ലെസ് ദാൻ സ്ക്വയർ ഫൂട്ടിംഗ്. എ ആണ് കറക്റ്റ് ആൻസർ. ഇനി 55th question, the energy stored in a material within elastic limit when it is under strain is. within elastic limit ഉള്ളത് റെസിലിയൻസ് ആണ്. but C ആണ് correct answer. ഇനി 56th question, the property of a material enabling it to resist deformation under stress is called. resist ചെയ്യുന്ന deformation ചെയ്യുന്നത് stiffness ആണ്. B ആണ് correct answer. 57th question, the rate of change of bending moment is equal to dm/dx എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിലോ ന്യൂട്ടൺ മീറ്റർ, ഇത് മീറ്റർ, അപ്പോൾ ഇത് കട്ട് ചെയ്ത് പോയാൽ കിലോ ന്യൂട്ടൺ. അപ്പോൾ അതെന്തിൻ്റെ യൂണിറ്റ് ആ ഷിയർ ഫോഴ്സിൻ്റെ. എ ആണ് കറക്റ്റ് ആൻസർ. ഇനി 58th question, the point in a beam where the shear force changes sign is known as. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ ഷിയർ ഫോഴ്സ് ചേഞ്ചസ് സൈൻ എന്ന് പറഞ്ഞാൽ ഷിയർ ഫോഴ്സ് ഒരു പോയിന്റിൽ 0 ആകും. അപ്പോഴാണല്ലോ സൈൻ ചേഞ്ച് ചെയ്യുക. അപ്പോൾ അവിടെ എം മാക്സിമം ആയിരിക്കും. അപ്പോൾ മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് ഈ ആണ് കറക്റ്റ് ആൻസർ. ഇനി 59th question, for a simply supported beam carrying UDL, the shape of bending moment diagram will be. ആക്ച്വലി ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം ഏകദേശം നമ്മൾ ഒരു ഇലാസ്റ്റിക് കർവിൻ്റെ ഏകദേശം ആ ഷേപ്പിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെ ഒരു UDL ആഡ് ചെയ്യുമ്പം ഇങ്ങനെയാണ് നമുക്ക് ഷേപ്പ് ഉണ്ടാവുക ഇലാസ്റ്റിക് കർവിൻ്റെ. ഇതെങ്ങനെ ബെൻഡ് ചെയ്യുന്ന ആലോചിച്ച് നോക്കിയാൽ മതി. അപ്പോൾ ഇങ്ങനെയായിരിക്കും ബെൻഡ് ചെയ്യാമെന്ന് മനസ്സിലാവും. അപ്പോൾ അതുതന്നെയായിരിക്കും ഏകദേശം ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രത്തിൻ്റെ ഷേപ്പ്. അപ്പോൾ പാരബോളിക് ആണ്. അപ്പോൾ അതിൻ്റെ മാക്സിമം വാല്യൂ WL²/8 ആയിരിക്കും. അപ്പം B ആണ് കറക്റ്റ് ആൻസർ. ഇനി 60th question. 60th question, a cantilever beam of length L, cross-sectional area A is subjected to total UDL of W and a concentrated load W1 at a distance L1 from free end will have a maximum moment of. maximum moment ഉണ്ടാവുക ഇവിടെയാണ്. അതിൻ്റെ വാല്യൂ എത്രയാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ W ഇതിൽ എന്താ തെറ്റ് പറ്റുക എന്നുള്ളത് വെച്ചാൽ ഈ W എന്ന് പറയുന്നത് പെർ മീറ്റർ അല്ല, ടോട്ടൽ W ആണ് തന്നിട്ടുള്ളത്. പിന്നെ ഇത് W എന്ന് പറഞ്ഞൊരു കോൺസെൻട്രേറ്റഡ് ലോഡും തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് L1 എന്ന് പറയുന്നത്. അപ്പോൾ W1 ഇൻറ്റു ഈ ഡിസ്റ്റൻസ് ആണ് എടുക്കേണ്ടത്, L-L1 എന്നുള്ളത്, പ്ലസ് ഈ W പെർ മീറ്റർ അല്ലാത്തതുകൊണ്ട് തന്നെ ഈ W മാത്രം എടുക്കും, ഇൻറ്റു L/2 എടുക്കും. അപ്പം W1 ഇൻറ്റു L-L1 പ്ലസ് WL/2. ഡി ആണ് കറക്റ്റ് ആൻസർ. ഇനി 61st question, ഔട്ട് ഓഫ് ദ ഫോളോയിങ് മൈൽഡ് സ്റ്റീൽ സെക്ഷൻസ് ദ മോസ്റ്റ് എക്കണോമിക്കൽ സെക്ഷൻ ഇസ്. മോസ്റ്റ് എക്കണോമിക്കലായിട്ട് സെക്ഷൻ മിനിമം വെയ്റ്റ്, മിനിമം കണ്ടൻറ്റ് ഉണ്ടാകണം, പക്ഷേ മാക്സിമം Z വാല്യൂ ഉണ്ടാവണം. അതൊരു Z സെക്ഷനായിരിക്കും. അപ്പം I സെക്ഷനായിരിക്കും. അപ്പം Z മാക്സിമവും വെയിറ്റ് കുറവുമായിട്ട്, അപ്പം എക്കണോമിക്കൽ ആവണമെങ്കിൽ. അപ്പം നമ്മൾക്ക് A ആണ് കറക്റ്റ് ആൻസർ. ഇനി 62nd question, the shear stress on the principal plane is. പ്രിൻസിപ്പൽ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ മാക്സിമം ഓർ മിനിമം നോർമൽ സ്ട്രെസ് ഉണ്ടാകുന്ന പ്ലെയിൻ ആണ്. അപ്പോൾ അവിടെ ഷിയർ സ്ട്രെസ് 0 ആയിരിക്കും. സി ആണ് കറക്റ്റ് ആൻസർ. ഇനി 63rd question, if the number of members provided is more than the requirement then the frame will be classified as. മെമ്പേഴ്സ് കൂടുതലാണെങ്കിൽ അതൊരു റിഡൻഡൻറ്റ് ഫ്രെയിം ആണ്. ബി ആണ് കറക്റ്റ് ആൻസർ.
The most suitable reason to adopt hollow circular section in place of solid circular shaft is 64th question. അപ്പോൾ അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോളോ സർക്കുലർ ഷാഫ്റ്റ് എടുക്കുന്ന സമയത്ത് സോളിഡ് സർക്കുലർ ഷാഫ്റ്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് കണ്ടുപിടിച്ച് നോക്കുക T/G എന്ന് പറഞ്ഞ ഫോർമുലയില്ലേ, അതിൽ T കണ്ടുപിടിക്കുക. T ആണ് അതിൻ്റെ സ്ട്രെങ്ത്ത് പറയുന്നത്. പിന്നെ അതേമാതിരി തന്നെ ഇതിൻ്റെ വെയിറ്റ് ഒക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് നമ്മൾക്ക് ഈ രണ്ട് സെക്ഷൻ്റെയും കമ്പയർ ചെയ്ത് നോക്കുക. അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഹോളോയ്ക്കായിരിക്കും നമ്മൾക്ക് കമ്പാരിറ്റീവ്ലി ഒരു പെർട്ടിക്കുലർ സെയിം വെയ്റ്റിന് കൂടുതൽ സ്ട്രെങ്ത് ഉണ്ടാവുക ഇതിനായിരിക്കും, ഹോളോയ്ക്കായിരിക്കും. ബി ആണ് കറക്റ്റ് ആൻസർ. അത് വലിയ ഡെറിവേഷനായി ചെയ്യേണ്ടതാണ്, ഞാൻ ഇവിടെ കാണിക്കുന്നില്ല. അപ്പോൾ നിങ്ങളത് നോക്കി നോക്കുക. അപ്പോൾ ബി ആണ് കറക്റ്റ് ആൻസർ. ഇനി 65th question, the backside bearing on the benchmark was 2.65 meter. ബെഞ്ച്മാർക്ക് 200 മീറ്റർ ആണ്. അപ്പോൾ if the inverted staff reading to the bottom of a cantilever porch slab is 0.35 meter, the RL of the bottom of the slab is. അപ്പം നമ്മൾക്ക് ഇത് വലിയൊരു ക്വസ്റ്റ്യനായിട്ടൊക്കെ പൊതുവെ ചോദിച്ചാൽ എല്ലാവരും തെറ്റിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇതിൽ എന്താണെന്ന് വെച്ചാൽ ഒരു ബെഞ്ച് മാർക്ക് തന്നിട്ടുണ്ട്. ഇവിടെ ഞാനത് ബെഞ്ച് മാർക്കായിട്ട് ഇങ്ങനെ കാണിക്കുക 200 മീറ്റർ. അതിൻ്റെ മുകളിൽ നമ്മൾ സ്റ്റാഫ് വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് ഇൻസ്ട്രുമെൻറ്റ് വെച്ചിട്ട് നമ്മൾ റീഡിങ് എടുക്കുമ്പോൾ 2.65 മീറ്ററാണ് കിട്ടിയത്. അപ്പം നമ്മുടെ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് എന്താണ്? 200 + 2.65, അതായത് 202.65 ആണ് നമ്മുടെ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ്. അപ്പോൾ അത് കഴിഞ്ഞ് വേറൊരു പോർച്ച് സ്ലാബ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു താഴത്തുനിന്ന് ഇൻവേർട്ടഡ് ആയിട്ട്, അതായത് ഇവിടെയാണ് നമ്മുടെ സ്റ്റാഫ് റീഡിങ്ങിൻ്റെ ബേസ്, എന്നിട്ട് സ്റ്റാഫ് റീഡിങ് ഇങ്ങനെ ഇൻവേർട്ടഡ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് കിട്ടുന്ന റീഡിങ് 0.35 ആണെന്ന്. അപ്പോൾ നമ്മൾക്ക് ഈ പോർച്ച് സ്ലാബിൻ്റെ താഴത്ത് നിന്നാണ് നമ്മളിത് വെക്കുന്നതല്ല. അപ്പോൾ ഈ താഴത്തുള്ള RL എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമ്മുടെ ഈ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റിനോട് ഈ 0.35 പ്ലസ് ചെയ്താൽ മതി നമുക്കിവിടെ ബോട്ടത്തിൻ്റെ ലെവൽ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ 202.65 + 0.35 ചെയ്താൽ നമുക്ക് 203 കിട്ടും. ബി ആണ് കറക്റ്റ് ആൻസർ. ഇത്ര സിമ്പിളാണിത്. ഇനി 66th question, a survey in which horizontal and vertical locations are fixed by linear and angular measurement is known as. അത് topographic survey ആണ്. D ആണ് correct answer. ഇനി 67th question, the survey in which the curvature of earth is ignored. പ്ലെയിൻ സർവേ ആണ്. ജിയോഡറ്റിക് സർവേ എന്ന് പറഞ്ഞാൽ കർവേച്ചർ കൺസിഡർ ചെയ്യും. അപ്പം എ ആണ് കറക്റ്റ് ആൻസർ. ഇനി 68th question, as per Indian standards, the length of one link in 30-meter chain should be 20 centimeter ആണ്, അല്ലെങ്കിൽ 0.2 meter ആണ്. എ ആണ് കറക്റ്റ് ആൻസർ. ഇനി 69th question, the error in measured length due to sag of chain or tape is known as. പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ കോമ്പൻസേറ്റിംഗ് ആണോ ഇൻസ്ട്രുമെൻ്റൽ ആണോ എന്ന്. അപ്പോൾ സാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് അതിൽ കൂടുതൽ ഇത് രണ്ട് ഡിസ്റ്റൻസ് തമ്മിൽ നമുക്ക് മെഷർ ചെയ്യണമെന്ന് വെച്ചോ 20 മീറ്റർ ആണെന്ന് വെച്ചോ. അപ്പോൾ ഇങ്ങനെ ഒരു ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 23 മീറ്ററൊക്കെ കിട്ടും സാഗ് ചെയ്യുന്ന കാരണം. അപ്പോൾ മോർ വാല്യൂ ആണ് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ എറർ പോസിറ്റീവ് ആണ്. അപ്പോൾ എറർ എന്താണ്? ഈ പോസിറ്റീവ് എററാണ്. ഈ ആണ് കറക്റ്റ് ആൻസർ. 70th question, the baseline is measured with. ചെയിൻ ആണ്. ഡി ആണ് കറക്റ്റ് ആൻസർ. ഇനി 71st question, if the forebearing of a line AB is observed to be 12 degree 24 minutes, the back bearing of line AB should be. അപ്പോൾ എ ബി എന്ന് പറഞ്ഞാൽ നമ്മൾ വരച്ചു. ഇതാ ഇവിടെ ഞാൻ 12 degree 24 minutes കാണിച്ചു. അപ്പോൾ ഇവിടുന്ന് ബിയിൽ നിന്ന് ഇങ്ങോട്ടുള്ള ബാക്ക് ബിയറിങ്, ഈ കാണിച്ചേക്കുന്ന ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്ക് ഇതിങ്ങനെ തിരിച്ചിങ്ങോട്ടിട്ടാൽ നമുക്ക് എളുപ്പം കിട്ടും അല്ലേ. അതായത് ഈ ഒരു സംഭവം ഇങ്ങനെ വെച്ചാൽ 12 degree 24 minutes തന്നെ ആയിരിക്കും ഇവിടെ കിട്ടുന്നുണ്ടാവുക. ഈ ഒരു വാല്യൂ 12 degree 24 minutes ആയിരിക്കും. അത് പ്ലസ് 180 ചെയ്തിട്ടുണ്ടെങ്കിലാണ് ഇത് 180 ആണ്. ഇവിടെ നിങ്ങോട്ടുള്ള ഇത്രയും സംഭവം 180 ആണ്. അപ്പം ഈ 12 degree 24 minutes പ്ലസ് 180 ആണ് ചെയ്യേണ്ടത്. അതായത് ബാക്ക് ബിയറിംഗ് ഈസ് ഈക്വൽ ടു ഫോർക്ക് ബിയറിംഗ് പ്ലസ് 180 ഡിഗ്രി. അപ്പം നമുക്ക് ആൻസർ കിട്ടും 192 degree 24 minutes എന്ന്. അപ്പോൾ ഡി ആണ് കറക്റ്റ് ആൻസർ. ഇനി 72nd question, at magnetic poles the dip of magnetic needle is. അപ്പം നമ്മുടെ ലൈൻ ഓഫ് ഫോഴ്സസ് ആംഗിൾ ദാറ്റ് ദ ലൈൻ ഓഫ് ഫോഴ്സ് മേക്ക് വിത്ത് സർഫസ് ഓഫ് എർത്തിനെയാണ് ആംഗിൾ ഓഫ് ടിപ്പ് എന്ന് പറയുക. അപ്പോൾ ഈ ലൈൻ ഓഫ് ഫോഴ്സ് ഇവിടെ നിന്ന് സൗത്തിൽ നിന്ന് തുടങ്ങി നോർത്തിലേക്ക് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ലൈൻ ഓഫ് ഫോഴ്സ് നമ്മൾ ഹൊറിസോണ്ടലുമായിട്ട് പ്രൊജക്റ്റ് ചെയ്താൽ അതാണ് നമ്മുടെ മെറീഡിയൻ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ആംഗിൾ സർഫസുമായിട്ട് ഇവിടെ ഈ പോൾസിൽ ഉണ്ടാക്കുന്നത് 90 ഡിഗ്രിയാണ്. ഇക്വേറ്റർ എത്തുന്ന സമയത്ത് ഇത് പാരലാണ്, അതായത് 0 ആണ്. അപ്പം മാഗ്നറ്റിക് പോൾസിൽ അത് 90 ഡിഗ്രി. സി ആണ് കറക്റ്റ് ആൻസർ. ഇനി 73rd question, ഇൻ ലെവലിംഗ് ദ എറർ ഡ്യൂ ടു റിഫ്രാക്ഷൻ ഇസ്. അപ്പം നമ്മളിങ്ങനെ ഒരു സ്ഥലത്തൊരു സ്റ്റാഫ് വെച്ച് നമ്മളിവിടെ ഇങ്ങനെ ലെവലിംഗ് കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കിട്ടേണ്ട വാല്യൂവിന്
അതിലും കുറഞ്ഞിട്ട് ഇവിടെ നമ്മൾക്ക് കിട്ടും. ഇതിൻ്റെ ഹൈറ്റ് കുറഞ്ഞ് ഇവിടെ ഇങ്ങനെ ഈ പോയിന്റിലാണ് നമുക്ക് കിട്ടുക. റിഫ്രാക്ഷൻ കാരണം ഒരു കോൺകേവ് ആയിട്ട് എർത്തിൻ്റെ സർഫസിന് കോൺകേവ് ആയിട്ട് ഇങ്ങനെ കാണും. ഞാൻ മുന്നേ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഇതൊരു വീഡിയോയിൽ, സർവേയറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ വീഡിയോയിൽ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് വാല്യൂ നമുക്ക് ഡിക്രീസ് ചെയ്യും. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എറർ സബ്ട്രാക്റ്റീവ് എററാണ്. പക്ഷേ ഒരു ലോങ് റണ്ണ് കൺസിഡർ ചെയ്യുമ്പം അതൊരു കോമ്പൻസേറ്റിംഗ് ആയിട്ട് നമുക്ക് കൂട്ടാം. അപ്പോൾ ഇതിൽ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. സബ്ട്രാക്റ്റിംഗ് ആണ് എറർ, പക്ഷേ അത് കോമ്പൻസേറ്റിങ്ങുമാണ്. ഒരുപാട് ലോങ് റണ്ണിൽ അത് കോമ്പൻസേറ്റിംഗ് ആണ്. അപ്പോൾ സി ആണ് ഇതിൽ കറക്റ്റ് ആൻസർ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി 74th ക്വസ്റ്റ്യൻ, ക്ലോസ്ഡ് കോണ്ടൂർസ് വിത്ത് ഹയർ വാല്യൂസ് ഇൻസൈഡ് റെപ്രസെൻറ്റ്സ്. അപ്പോൾ ഉള്ളിൽ ക്ലോസ്ഡ് ആയിട്ടുള്ള കോണ്ടൂർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. അതിലുള്ളിലാണ് ഹയർ വാല്യൂ എന്ന് പറഞ്ഞാൽ അതൊരു ഹില്ല് പോലെയാണ് ഉണ്ടാവുക. മാക്സിമം വാല്യൂ ഈ ഉള്ളിലുള്ള പോയിന്റിലായിരിക്കും. അപ്പം അത് ഹില്ല് ബി ആണ്. ഇനി അടുത്തത് 75th ക്വസ്റ്റ്യൻ, വെൻ ദ ബബിൾ ഓഫ് ദ ലെവൽ ട്യൂബ് ഓഫ് എ ലെവൽ ഇസ് സെൻട്രൽ. അപ്പോൾ എന്താണ്? ലൈൻ ഓഫ് സൈറ്റ് ഹൊറിസോണ്ടൽ ആണ്. ഈ ആണ് കറക്റ്റ് ആൻസർ. 76th ക്വസ്റ്റ്യൻ, ദ പ്രോസസ് ഓഫ് ടേണിംഗ് ദ ടെലസ്കോപ്പ് എബൌട്ട് ദ വെർട്ടിക്കൽ ആക്സിസ് ഇൻ എ ഹൊറിസോണ്ടൽ പ്ലെയിൻ ഇസ് നോൺ ആസ്. അപ്പം എബൌട്ട് എന്ന് പറയുന്നത് ആ വെർട്ടിക്കൽ ആക്സിസിൻ്റെ എബൌട്ട്, ഇങ്ങനെയാണ് എബൌട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അത് വേർട്ടിക്കൽ ഇപ്പോൾ ടെലസ്കോപ്പ് നമ്മൾ ഇങ്ങനെയാണ് വെച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ ഹൊറിസോണ്ടൽ ആക്സിസ് ആണ്. അപ്പം അതിൻ്റെ ഇങ്ങനെ നമ്മൾ ടേൺ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതിന് ട്രാൻസിറ്റിംഗ് അല്ലെങ്കിൽ പ്ലഞ്ചിങ് അല്ലെങ്കിൽ റിവേഴ്സിങ് എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ വേർട്ടിക്കൽ ആക്സിസ് ഇങ്ങനെയാണ്. നമ്മുടെ ടെലസ്കോപ്പിനെ നമ്മൾ ഇങ്ങനെ തിരിക്കുകയാണ്. ഹൊറിസോണ്ടൽ ആക്സിസ് അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ പ്ലെയിൻ ഇവിടെ ഉണ്ട്. അതിൽ നിന്ന് ഈ വേർട്ടിക്കൽ ആക്സിസ് ഇങ്ങനെയാണുള്ളത്. അപ്പോൾ നമ്മൾ ഈ വെർട്ടിക്കൽ ആക്സിസിൻ്റെ എബൌട്ട് നമ്മളിങ്ങനെ തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ സ്വിങ്ങിങ് എന്നാണ് പറയുന്നത്. ഡി ആണ് കറക്റ്റ് ആൻസർ. ഇനി 77th ക്വസ്റ്റ്യൻ, ദ ഹിഞ്ച്ഡ് end of a propped cantilever of span L settles by an amount delta, then the rotation of the hinged end will be. അപ്പോൾ ഹിഞ്ച്ഡ് എൻഡിൽ റൊട്ടേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് മൊമെൻ്റ് ഏരിയ മെത്തേഡ് ഉപയോഗിക്കണം. അപ്പോൾ ഇങ്ങനെ ഡെൽറ്റ വെച്ചിട്ട് ബി താഴെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മൊമെൻറ്റ് ഇവിടെ ഡെവലപ്പ് ചെയ്യുന്നത് 3EI ഡെൽറ്റ ബൈ എൽ സ്ക്വയർ ആണ്. അപ്പം നമ്മൾക്ക് M/EI എടുക്കുമ്പം EI വെക്കുമ്പം 3EI ഡെൽറ്റ ബൈ എൽ സ്ക്വയറിൻ്റെ EI പോകും. അപ്പോൾ 3 ഡെൽറ്റ ബൈ എൽ സ്ക്വയർ എന്ന് വരും മൊമെൻറ്റ് M/EI എന്ന് പറയുന്ന വാല്യൂ. അപ്പം ഇവിടെ 0 വരും. അപ്പോൾ അങ്ങനെ ഈ ഒരു ലെങ്ത്ത് എൽ ലെങ്ത്തിൽ. അപ്പോൾ ഏരിയ ഓഫ് M/EI ഡയഗ്രാമാണ് നമുക്ക് റൊട്ടേഷൻ തീറ്റ തരുന്നത്. അപ്പം അത് ഹാഫ് ഇൻറ്റു ഈ ഉള്ളിലത്തെ M/EIൻ്റെ ഏരിയ ആണല്ലോ, ഹാഫ് ഇൻറ്റു ഇത് ട്രയാങ്കിൾ ആയതുകൊണ്ട് അത് ഹാഫ് വരും. ഹാഫ് ഇൻറ്റു 3 ഡെൽറ്റ ബൈ എൽ സ്ക്വയർ ഇൻറ്റു എൽ എന്ന് വരും. അപ്പോൾ അതിൻ്റെ ആൻസർ 3/2 ഡെൽറ്റ ബൈ എൽ എന്ന് വരും. 3C ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്തത് 78th ക്വസ്റ്റ്യൻ, 2 beams carrying identical load simply supported and having same depth but beam A has double the width as compared to that of beam B. The ratio of strength of beam A to that of beam B is. അപ്പം നമുക്ക് സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഒന്നിന് 2B ആണുള്ളത്, ഒന്നിന് ബീം ബിക്ക് B ആണ് വിഡ്ത്ത് ഉള്ളത്. അപ്പോൾ ഇതിൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു സെക്ഷൻ മോഡുലസ് BD²/6 ഒരു റെക്ടാങ്കുലർ സെക്ഷന്. അപ്പം സ്ട്രെങ്ത് ഇസ് പ്രൊപ്പോർഷണൽ ടു B വിഡ്ത്ത്. അപ്പം ബീം എക്ക് 2B ആണ് വിഡ്ത്ത്, ബീം ബിക്ക് B ആണ് വിഡ്ത്ത്. അപ്പോൾ ഇതിൽ ഏതാണ് സ്ട്രെങ്ത് ഓഫ് A to B എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? 2 ആണ്. C ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്തത് 79th ക്വസ്റ്റ്യൻ, ഡിഫ്ലക്ഷൻ ക്യാൻ ബി കൺട്രോൾഡ് ബൈ യൂസിങ് ദ അപ്രോപ്രിയേറ്റ്. അപ്പോൾ നമുക്ക് RCCയിൽ അതിന് ബേസിക് ആയിട്ടുള്ളത് സ്പാൻ ബൈ ഡെപ്ത് റേഷ്യോ വെച്ചിട്ടാണ് ഡിഫ്ലക്ഷൻ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ C ആണ് കറക്റ്റ് ആൻസർ. ഇനി 80th ക്വസ്റ്റ്യൻ, ഇൻ എ ലോഡ് ബാലൻസ്ഡ് പ്രിസ്ട്രസ്ഡ് കോൺക്രീറ്റ് ബീം അണ്ടർ സെൽഫ് ലോഡ് ദ ക്രോസ് സെക്ഷൻ ഇസ് സബ്ജക്റ്റഡ് ടു. അപ്പം പ്രിസ്ട്രസ്ഡ് കോൺക്രീറ്റിൽ ആദ്യം നമ്മൾ സ്റ്റീലിനെ ടെൻഷൻ ചെയ്ത് വെച്ചിട്ട് നമ്മളിങ്ങനെ ഒരു വയർ ഇങ്ങനെ ഒരു ടൈ ചെയ്ത് വെച്ച് ഇതിന് ടെൻഷൻ ചെയ്ത് വെച്ചിട്ടാണ് ഉണ്ടാവുക. അപ്പം നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരു കോൺക്രീറ്റിൻ്റെ ഉള്ളിൽ തന്നെ സ്ട്രെസ്സ് ഡെവലപ്പ് ചെയ്യും. അപ്പം അത് കാരണം നമ്മൾക്ക് മുകളിൽ ലോഡ് വരുന്ന സമയത്ത് ക്രാക്സ് തീരെ ഡെവലപ്പ് ചെയ്യില്ല. അങ്ങനെയുള്ള സ്ട്രക്ചേഴ്സിന്, അത്രയും ക്രാക്സ് ഡെവലപ്പ് ചെയ്യാൻ പാടില്ലാത്ത സ്ട്രക്ചേഴ്സിനാണ് നമ്മളിങ്ങനെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ സെൽഫ് ലോഡ് മാത്രമാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെയൊരു ഡയഗ്രാം ആയിരിക്കും അതിനുണ്ടാവുക. അപ്പോൾ അതിൽ
ഇത് കാരണം ഒരു ആക്സിയലും ഷിയർ ഫോഴ്സസും ഷിയർ സ്ട്രെസ്സസുമാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഡി ആണ് കറക്റ്റ് ആൻസർ. ആക്സിയൽ ആൻഡ് ഷിയർ സ്ട്രെസ്സസ് ആണ്. ഇനി 81st ക്വസ്റ്റ്യൻ, ഇൻ എ കാന്റിലിവർ റിട്ടൈനിങ് വാൾ ഓഫ് ഹൈറ്റ് എച്ച് ദ ഹൊറിസോണ്ടൽ പ്രഷർ ഓഫ് എർത്ത് വിൽ ആക്ട് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ റിട്ടൈനിങ് വാൾ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എച്ച് ടോട്ടൽ ഹൈറ്റ് ഉള്ള എടുത്താൽ h/3 നമ്മൾക്ക് ഹൊറിസോണ്ടൽ പ്രഷർ ആക്ട് ചെയ്യുക, എർത്ത് പ്രഷർ ആക്ട് ചെയ്യുക. അപ്പോൾ h/3 ഫ്രം ബേസ് ആണ്. ഇതാണ് ബേസ് നമ്മുടെ ഇവിടെ നിന്നാണ് ആക്ട് ചെയ്യുക. അപ്പം ഡി ആണ് കറക്റ്റ് ആൻസർ. ഇനി 82 ക്വസ്റ്റ്യൻ, ദ മിനിമം സൈസ് ഓഫ് റിയൻഫോഴ്സ്മെൻറ്റ് ബാർസ് ഇൻ RCC കോളം ഇസ്. അപ്പോൾ മെയിൻ റിയൻഫോഴ്സ്മെൻറ്റിൻ്റെ മിനിമം സൈസ് എന്ന് പറയുന്നത് 12 mm ആണ്. ഡി ആണ് കറക്റ്റ് ആൻസർ. ഇനി 83rd ക്വസ്റ്റ്യൻ, ഇൻ എ കാന്റിലിവർ ബീം ടെൻസൈൽ റിയൻഫോഴ്സ്മെൻറ്റ് ഇസ് പ്രൊവൈഡഡ്. കാന്റിലിവർ ബീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ്. ഇതിൽ ടെൻസൈൽ റിയൻഫോഴ്സ്മെൻറ്റ് നമ്മൾ ടെൻഷൻ സൈഡിലാണ് പ്രൊവൈഡ് ചെയ്യുക. ടെൻഷൻ എവിടെയാണ് ഡെവലപ്പ് ചെയ്യുക? ഈ ടോപ്പ് പോർഷനിൽ. അപ്പം ഓൺ ദ ടോപ്പ് ഓഫ് ദ ബീം. എ ആണ് കറക്റ്റ് ആൻസർ. ഇനി 83rd ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി 84th ക്വസ്റ്റ്യൻ, ഇൻ എ ഡബ്ലി റീഎൻഫോഴ്സ്ഡ് റെക്ടാങ്കുലർ ബീം ദ അലൗബിൾ സ്ട്രെസ് ഇൻ കംപ്രഷൻ സ്റ്റീൽ ഇസ്. അപ്പോൾ ഡബ്ലി റീഎൻഫോഴ്സ്ഡ് റെക്ടാങ്കുലർ ബീമിന് നമുക്ക് പ്രൊവിഷൻ അനുസരിച്ച് ടെൻഷൻ സ്റ്റീലിനേക്കാളും കുറവായിരിക്കും അതിൻ്റെ അലൗബിൾ. പെർമിസിബിൾ സ്ട്രെസ് ഓഫ് ടെൻഷൻ സ്റ്റീലിലും കുറവായിരിക്കും അലൗബിൾ സ്ട്രെസ് ഇൻ കംപ്രഷൻ സ്റ്റീൽ. അപ്പോൾ സി ആണ് കറക്റ്റ് ആൻസർ. Allowable stress in compression steel is less than the permissible stress in tension in steel. അപ്പോൾ C ആണ് correct answer. ഇനി 85th question, the section in which concrete is not fully stressed to its permissible value when stress in steel reaches its maximum value is. അപ്പം നമ്മൾ അണ്ടർ റിയൻഫോഴ്സ്ഡ് സെക്ഷൻ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് സ്റ്റീൽ ആദ്യം പെർമിസിബിൾ വാല്യൂ എത്തണം, എന്നിട്ട് കോൺക്രീറ്റ് എത്തണം. എന്നാലേ നമുക്കൊരു വാർണിംഗ് ടു ഫെയിലിയർ കിട്ടുള്ളൂ. പെട്ടെന്ന് കോൺക്രീറ്റ് ആണ് ആദ്യം ഫെയിൽ ചെയ്യുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു ഫെയിലിയർ അനുഭവപ്പെടും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്റ്റീലായിരിക്കണം ആദ്യം നമ്മൾക്ക് പെർമിസിബിൾ വാല്യൂവിൽ എത്തേണ്ടത്, എന്നാലേ നമുക്ക് വാർണിംഗ് കിട്ടുള്ളൂ. അപ്പോൾ അതാണ് നമ്മൾ യൂഷ്വലി ചെയ്യുന്ന ഡിസൈൻ. അപ്പോൾ അണ്ടർ റിയൻഫോഴ്സ് സെക്ഷനാണത്. എ ആണ് കറക്റ്റ് ആൻസർ. പിന്നെ 86th ക്വസ്റ്റ്യൻ, എ ഹൈഡ്രോഗ്രാഫ് ഇസ് എ പ്ലോട്ട് ഓഫ്. അപ്പോൾ അതെന്ന് പറയുന്നത് സ്ട്രീം ഫ്ലോ എഗെയിൻസ്റ്റ് ടൈം ആണ്. ബി ആണ് കറക്റ്റ് ആൻസർ. ഇനി 87th ക്വസ്റ്റ്യൻ, ദ ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ഫോർ മെഷറിംഗ് വിൻഡ് സ്പീഡ് ഇസ്. അപ്പം അനിമോമീറ്റർ ആണ്. എ ആണ് കറക്റ്റ് ആൻസർ. ഇനി 88th ക്വസ്റ്റ്യൻ, ദ മെത്തേഡ് ഓഫ് മൊമെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഇൻ സ്ട്രക്ചറൽ അനാലിസിസ് ക്യാൻ ബി ട്രീറ്റഡ് ആസ്. മൊമെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് മെത്തേഡാണ്. ബി ആണ് കറക്റ്റ് ആൻസർ. ഇനി 89th ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ടെസ്റ്റ് ഇസ് പെർഫോംഡ് ഇൻ ദ ലബോറട്ടറി ടു ഡിറ്റർമിൻ ദ എക്സ്റ്റെൻറ്റ് വെതറിംഗ് ഓഫ് എഗ്രിഗേറ്റ്സ് ഫോർ റോഡ് വർക്ക്. റോഡ് വർക്കിങ്ങിൽ വെതറിംഗ് അത് നോക്കാൻ വേണ്ടി എടുക്കുന്ന നമ്മൾ സൗണ്ട്നെസ് ടെസ്റ്റാണ്. എ ആണ് കറക്റ്റ് ആൻസർ. ഇത് ചോദിക്കുന്നൊരു ചോദ്യമാണ്. വെതറിംഗ് റോഡ് വർക്കിൽ വെതറിങ്ങിൻ്റെ എക്സ്റ്റെൻറ്റ് കണ്ടുപിടിക്കാൻ വെക്കുന്ന വിച്ച് ഓഫ് ദ ഫോളോയിങ് ടെസ്റ്റ് ഇസ് ടു പെർഫോം ദ ലബോറട്ടറി ടു ഡിറ്റർമിൻ ദ എക്സ്റ്റെൻറ്റ് വെതറിംഗ് ഓഫ് എഗ്രിഗേറ്റ്സ് ഫോർ റോഡ് വർക്ക്. അത് സൗണ്ട്നെസ് ടെസ്റ്റ്. എ ആണ് കറക്റ്റ് ആൻസർ. ഈ 90th ക്വസ്റ്റ്യൻ, which one of the following method is used in the design of rigid pavements? rigid pavement-ൻ്റെ ഡിസൈന് നമ്മൾ യൂസ് ചെയ്യുന്നത് വെസ്റ്റർഗാർഡ്സ് മെത്തേഡാണ്. ബാക്കി CBR മെത്തേഡ്, ഗ്രൂപ്പ് ഇൻഡെക്സ് മെത്തേഡ്, മെക്ലോയിഡ്സ് മെത്തേഡ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫ്ലെക്സിബിൾ പേയ്മെൻറ്റ്സിനാണ്. റിജിഡ് പേയ്മെൻറ്റ്സിന് വെസ്റ്റർഗാർഡ്സ് മെത്തേഡ്. സി ആണ് കറക്റ്റ് ആൻസർ. ഇനി 91st ക്വസ്റ്റ്യൻ, ദ പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് ഓഫ് ദ ഗ്രാനുലർ സബ് ബേസ് മെറ്റീരിയൽ ഷുഡ് ബി. അപ്പം പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് <6 ആണ് വേണ്ടത്. എ ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്തത് 92nd ക്വസ്റ്റ്യൻ, ഫോർ റിമൂവൽ ഓഫ് ടെമ്പററി ഹാർഡ്നെസ് ഓഫ് വാട്ടർ. ഇപ്പം ടെമ്പററി ഹാർഡ്നെസ്സിന് ഏറ്റവും എളുപ്പം എന്താ? ബോയിൽ ചെയ്താൽ മതി. അപ്പം വാട്ടർ ഇസ് ബോയിൽഡ്. ബി ആണ് കറക്റ്റ് ആൻസർ. ഇനി സിയോലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കാറ്റയോൺ, എണ്ണ അല്ലെങ്കിൽ അതുപോലെയുള്ള കാറ്റയോൺസ് അലുമിന സിലിക്കേറ്റ്സിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നതാണ് സിയോലൈറ്റ്സ്. അപ്പോൾ ജനറലി ഒരു കാറ്റയോൺ, അത് Na2 ആണ് ഞാൻ ഇവിടെ എഴുതിയത്. Na2Al2Si3O10.2H2O. അതാണ് സിയോലൈറ്റിൻ്റെ ഫോർമുല എന്ന് പറയുന്നത്. അലൂമിനിയോ സിലിക്കേറ്റ്സ് അത് ഹൈഡ്രേറ്റഡ് ആണ്. അപ്പോൾ ഹൈഡ്രേറ്റഡ് അലുമിന സിലിക്കേറ്റ്സ് ആണ്. സി ആണ് കറക്റ്റ് ആൻസർ. ഇനി 84th ക്വസ്റ്റ്യൻ, കോയാഗുലൻസ് ആർ യൂസ്ഡ് വെൻ ടർബിഡിറ്റി ഓഫ് വാട്ടർ ഇസ് മോർ ദാൻ 50 ppm ആണ്. എ ആണ് കറക്റ്റ് ആൻസർ. ഇനി 95th ക്വസ്റ്റ്യൻ, ദ കോണ്ടാക്ട് പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ അണ്ടർ ദ റിജിഡ് ഫൂട്ടിംഗ് ഓൺ എ കൊഹേഷൻലെസ് സോയിൽ വുഡ് ബി. കൊഹേഷൻലെസ് സോയിൽ എന്ന് പറഞ്ഞാൽ തീരെ പരസ്പരം അട്രാക്റ്റ് ചെയ്യാത്ത സോയിൽ. അപ്പം ആ ഒരു സോയിലിൽ, സാൻഡ് പോലെയുള്ള സോയിലിൽ നമ്മളൊരു റിജിഡ് ഫൂട്ടിംഗ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നടുവിൽ മാക്സിമം കോണ്ടാക്ട്
കോണ്ടാക്ട് പ്രഷർ ഉണ്ടാവും, അറ്റത്ത് 0 പ്രഷർ ഉണ്ടാകും. ഇനി കൊഹസീവ് സോയിലാണ് ഇത് വെക്കുന്നതെങ്കിൽ അറ്റത്ത് മാക്സിമം പ്രഷർ ഉണ്ടാവും, മിഡിൽ മിനിമം പ്രഷർ ഉണ്ടാകും. അപ്പം നമുക്കിവിടെ എന്താണ് ആൻസർ? 0 അറ്റ് എഡ്ജസ് ആൻഡ് മാക്സിമം അറ്റ് സെൻറ്റർ. സി ആണ് കറക്റ്റ് ആൻസർ. ഇത് ഓർത്ത് വയ്ക്കണം, കണ്ടിട്ടുണ്ട് മുന്നേ. ഇനി അടുത്ത 96 ക്വസ്റ്റ്യൻ, ദ മിനിമം ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് യൂസ്ഡ് ഇൻ RCC വർക്ക് ഷുഡ് ബി. ഇതും കണ്ടിട്ടുണ്ട്. എത്രയാണ്? M20 ആണ്. സി ആണ് കറക്റ്റ് ആൻസർ. 97th ക്വസ്റ്റ്യൻ, ദ സ്ട്രിപ്പിംഗ് ടൈം ഫോർ ഫോം വർക്ക് പ്രോപ്സ് ഓഫ് ബീം ഹാവിംഗ് സ്പാൻ മോർ ദാൻ 6 മീറ്റർ ഇസ്. അപ്പോൾ ഇത് എല്ലാത്തിനും ഈ സ്ട്രിപ്പിംഗ് ടൈം ഓർത്ത് വയ്ക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ 21 days ആണ്. ഡി ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്തത്, ഇൻ വാട്ടർ ബൗണ്ട് മെക്കാഡം റോഡ്സ് ബൈൻഡിങ് മെറ്റീരിയൽ ടു ഹോൾഡ് സ്റ്റോൺസ് ഇസ്. അപ്പോൾ വാട്ടർ ബൗണ്ട് മെക്കാഡം എന്ന് പറയുന്നത് വില്ലേജിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ബേസിക് ആയിട്ടുള്ള ഒരു റോഡ് വേ ആണ്. മെയിൻ കോഴ്സ് എഗ്രിഗേറ്റിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ കുറച്ചൊരു ഫൈൻ എഗ്രിഗേറ്റ് ഫില്ലർ മെറ്റീരിയൽസ് ഒക്കെ ഇടും, എന്നിട്ട് ഒരു ബൈൻഡിങ് മെറ്റീരിയൽ യൂസ് ചെയ്യും. അതിന് നമ്മൾക്കൊരു ഹെവി റോളർ വെച്ചിട്ട് ഇതിങ്ങനെ ഓരോരോ പ്രോസസ്സിലും റോൾ ചെയ്തു പോകും. അപ്പോൾ ഇത് പരസ്പരം ഇങ്ങനെ ഒരു കംപ്രസ്ഡ് ആയിട്ട് കോമ്പാക്ട് ഫോമിൽ ഒതുങ്ങി നിൽക്കും. അപ്പം ഈ ബൈൻഡിങ് മെറ്റീരിയൽ യൂസ് ചെയ്യുന്നത് മെയിൻലി റെഡ് എർത്ത് ആണ്. ബി ആണ് കറക്റ്റ് ആൻസർ. ഇനി 99th ക്വസ്റ്റ്യൻ, പ്ലിന്ത് ഏരിയ ഓഫ് എ ബിൽഡിംഗ് ഇസ്. പ്ലിന്ത് ഏരിയ എന്ന് പറയുന്നത് ബിൽഡപ്പ് ഏരിയ കവേർഡ് മെഷേർഡ് അറ്റ് പ്ലിന്ത് ലെവലാണ്. അപ്പം ബിൽഡപ്പ് കവേർഡ് ഏരിയ മെഷേർഡ് അറ്റ് പ്ലിന്ത് ലെവൽ. സിൽ ലെവലും ലിൻറ്റൽ ലെവലും ഒന്നും അല്ലല്ലോ, അവിടെ ഒക്കെ എന്താ ഉള്ളത്? അപ്പോൾ ബിൽഡപ്പ് കവേർഡ് ഏരിയ മെഷേർഡ് അറ്റ് പ്ലിന്ത് ലെവലാണ് പ്ലിന്ത് ഏരിയ എന്ന് പറയുന്നത്. സി ആണ് കറക്റ്റ് ആൻസർ. ഇനി 100th ക്വസ്റ്റ്യൻ, ദ മാക്സിമം ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ reinforcement in RCC slab in tension as per IS 456 is. അപ്പോൾ മെയിൻ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് റീഎൻഫോഴ്സ്മെൻറ്റ് തന്നിട്ടുള്ള RCC സ്ലാബിൽ 3 times D or 300 mm whichever is lesser ആണ്. അപ്പോൾ എ ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഞാനിവിടെ 100 ക്വസ്റ്റ്യൻസ് ഫുള്ള് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ കൂടി അമർത്തുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.